ഹലോ ഗായ്സ് ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ വലിയ വലിയ വ്ളോഗ് ഇടാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഇടും. അപ്പൊ നമ്മ ഇന്ന് വന്നേക്കണ ലുലുവിലാണ്. അപ്പൊ ഇവന് ഞാൻ വർക്ക് കയറിയ സ്ഥലം മാറി കളമശ്ശേരിയിലേക്കായി. കുഞ്ഞു പിന്നെ കലൂര പഠിക്കണത്. ഈ തെണ്ടി എന്താണ് ഇവിടെ? നീ എന്താണ് ഇവിടെ സാധനം നോക്കാൻ വന്നേ? എന്ത് സാധനം? നമ്മൾ ലുലുവിലേക്ക് വന്നപ്പോ ഒരാളപ്പം കരാറിവിടെ സ്പോട്ട് ചെയ്ത്. അപ്പൊ കരാറ് അയാൾ കൊച്ചല്ല, അയാൾ പോയപ്പോ നമ്മളമ്മ വന്നത് കൊച്ചിയേരിയുള്ള ഒരു കൊച്ചിനാട്ടാന്ന് കേട്ടത്. ഇത്തിരി വെയിറ്റ് കൂടുതലാണ്, പക്ഷേ അരി വെച്ച് പേരൊടുങ്ങും. കാണിച്ച് വന്നത് നീ വിളിച്ചിട്ട് ഞാനെ വിളിച്ചല്ല, ഒറ്റക്ക് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നിട്ട്. അപ്പൊ ആ കൊച്ചു കോളേജ് പഠിക്കുന്ന ഒരു പണിയായിട്ട് വന്നാണ് കേട്ടത്. ഇത്തിരി വണ്ണോക്കുള്ള. അപ്പൊ നമ്മന്ന് വന്നേക്കണത്, നമുക്കിന്ന് 2 ഷൂട്ടുണ്ട്. ഫുൾ വീഡിയോ എടുക്കാം, 20 ഫോണിൽ ചാർജ് അല്ലേ. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുന്നല്ല എന്തെന്ന് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ മാക്സിമം നമ്മൾ എടുക്കാൻ ശ്രമിക്കും. ഇന്ന് എൻ്റെ ഒരു ഷൂട്ടും കാലിദിൻ്റെ ഒരു ഷൂട്ടും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി സഹലിൻ്റെ ഷൂട്ടുണ്ട്. സഹലിൻ്റെ ഷൂട്ടിൻ്റെ വേറെ വ്ളോഗായിട്ടിരുന്നായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കണത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്തിയൊക്കെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട മന്തി അത് ഞാൻ ജീവിതത്തിൽ കഴിച്ചില്ല ഏറ്റവും ബെസ്റ്റ് ബീഫ് മന്തി. അപ്പോൾ അവരെന്നെ കൊലാബിന് ക്ഷണിച്ചക്കണയാണ്. അത് വലിയ വലിയ ടോപ്പ് ബ്രാൻഡാണ് അത് കൊച്ചിയില അല്ലേ നമ്മൾ പോകാൻ പോണത്. ആരാന്ന് പറയണ്ട, ടോപ്പ് ബ്രാൻഡാണ് പോകാൻ നിൽക്കണത്. അപ്പോൾ ആരാണ് എടുക്കണ്ട? അപ്പൊ ടോപ്പ് ബ്രാൻഡാണ്. നമ്മ പൈസ കൊടുത്ത് കഴിക്കാന്നല്ലാണ്ട് മനസ്സിൽ വിചാരിച്ചെല്ലാം ഇവിടെ കൊളാബിയാൻ എന്നെ വിളിക്കുന്നു. അപ്പൊ ഇത്രയും എനിക്ക് സപ്പോർട്ട് തന്നെ ഇത്രയും വളർത്തിയത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് നന്ദി അല്ലേ. നന്ദി, നമസ്കാരം. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കുക. ചാർജ് ഇല്ലാത്തതാണ് വ്ളോഗ് ഷോട്ട് ആക്കണത്. അപ്പൊ നമ്മളെ അടുത്തേക്ക് ഇനി അമീർ വന്നിട്ടുണ്ട്, തുരു വന്നിട്ടുണ്ട്, കാലിദ് വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അതിനെന്താണ്? അപ്പൊ നമ്മ വന്നേക്കണത്, ഞാൻ ഡയറ്റിലായിരുന്നപ്പോ പോലും കരണ്ട് നല്ല ഐശ്വര്യം നമുക്ക്. അമീറൊക്കെ വന്നില്ലേ, അമീറെ കാണിച്ച്. അപ്പൊ അമീർ 1:30 ഇറങ്ങാൻ പറഞ്ഞിട്ട് 2:30 ഇറങ്ങി. എത്ര മണിക്ക് എത്തി? 2:45 എത്തി. അവന് മുമ്പ് നേരത്തെ എത്തി. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കുബാബനായിട്ട് കൊളാബിനെ വിളിക്കുന്നു. കുബാബക്ക് വിളിക്കുന്ന ആരൊക്കെയെന്നറിയോ? വലിയ വലിയ വ്ളോഗേഴ്സിനാ. നമ്മളെ ചെറിയൊരു വ്ളോഗറിനെ വിളിച്ചതിന് 100% കുബാബിനെ ആൾക്കാർ കാണുന്നെങ്കിൽ ബിഗ് താങ്ക്സ്. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്ത്. എന്റെ വാപ്പാന് വരുന്നതാണ് പുറത്തിടാനല്ല വാപ്പാന്റെ പേര് പുറത്തിടാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി കഴിക്കാനുള്ള വിശേഷങ്ങളും കാരണം ഷൂട്ടിന്റെ വിശേഷങ്ങളും ബാക്കിൽ നിന്ന് കാണിച്ചരാ. വന്നതിൽ സന്തോഷം. ആദ്യമായിട്ട് തന്നെ കരാറിന് സ്വാഗതം. അമീറ ആദ്യമായിട്ടല്ല, നീ ആദ്യമായിട്ടല്ല. അപ്പൊ നമുക്ക് ഫുഡ് ബ്ലോഗിന്റെ വിശേഷം ബാക്കി കൂടെ കാണിച്ചതാ. എന്നിട്ട് ചാർജ് തരണ്ട, കട്ട് ചെയ്ത്. നിങ്ങൾ ക്ഷത്രിയ എന്താ പറയുക, കൃഷ്ണന്റെ കാലത്ത് നമ്മുടെ രാമേശ്വരം, അതിന്റെ പേരെന്താണ്ട ആ യുദ്ധം ഉണ്ടായില്ലേ മുൻപ്, കുരുക്ഷേത്ര യുദ്ധോ? രാമേശ്വരം രാമായണത്തില് യുദ്ധം നടന്ന പോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ കാണിക്കാൻ പോണെന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, 5 പ്ലേറ്റ് മന്തി, അത്ഭുത ദ്വീപില തലഭോജികള്, പിള്ളേരെ കിട്ടിയ വലിയ ദിവനൊക്കെ കാണിക്കണത്. ഇവൻ വിളിക്കാണ്ട് കയറിയൊന്നാണ്. അവന്മാരൊക്കെ ഉണ്ട്, അമീറുണ്ട്. അമീർ എന്നൊക്കെ പറയല്ലേ. ഓക്കെ, ഞാനോട് ടേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. ഞാൻ എന്നിട്ട് വെറുതെ ഇരിക്കും. ഈ കുഞ്ഞൊക്കെ നല്ല അടി. അപ്പൊ ടീം കുബാബിനോട് താങ്ക്സ്. അപ്പൊ ഭയങ്കര നല്ല ഫുഡ് ഉണ്ടായി. കലക്കി ഉഷാറ് ഫുഡ് ഇട്ടോ, സത്യം പറയാ നല്ല ഫുഡായിരുന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഫുഡ് എങ്ങനെ ഉണ്ടായി? നല്ല ആശ്വാസം, നല്ല ഫുഡ്, റാഹത്തായി. ശരിക്കും കൊള്ളാം. അപ്പൊ ഇവൻ വിളിക്കാണ്ട് കയറി വന്നാണ് കരാറ്. നിന്നെ ആര് വിളിച്ച്? ഞാൻ വിളിച്ചല്ലോ. അപ്പൊ നമ്മുടെ സുഹൃത്ത് സഹപാഠിയും എന്റെ ഏത് പാദയാത്ര വിളിച്ച എഡിറ്റ് കാലിദ്. അപ്പൊ ആലുവേന്ന് നമ്മുടെ ഷൂട്ടിന് വേണ്ടി ഓടി വന്ന്. പിന്നെ അടുത്തൊരു ഷൂട്ട് നമുക്ക് ഒരു സ്ഥലത്തുണ്ട്, അവിടെ എത്തിയിട്ട് കാണിക്കാം. അത് കാലിദിന്റെ വർക്കാണ്. കാലിദ് വിളിച്ചാലും ഏത് രാത്രി ഞാൻ എത്തും. മനസ്സിലായോ? നമ്മ മറ്റേ ആൾക്കാർ നമ്മ ആര് വിളിച്ചാലും വരും. അതിന് ഏത് രാത്രിയാലും വരും. ഫുഡ് എങ്ങനെ ഉണ്ടായി? ഫുഡ് കൊള്ളായിരുന്നു. ഹണി ഇഷ്ടപ്പെട്ടു. ബീഫ് ഇഷ്ടപ്പെട്ടു. ബീഫ് ഞാൻ കുറച്ച് കുഴപ്പമില്ല.
പക്ഷെ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബീഫ് വെറുതെ കുശാല് ഞാൻ പറയാം ബീഫിന്റെ പ്ലേറ്റ് ഒക്കെ കാണാൻ നോക്കി കുരിശ് കറാറായിച്ചുള്ള വെയിറ്റ് ആണ്. ഇത് കാല് തയ്ച്ചുള്ള വെയിറ്റ് ഫുൾ വായിച്ചുള്ളൂ നോക്കി കുഞ്ഞു വായിച്ചുള്ള വെയിറ്റ് നോക്കി എന്താണ്ടാ അമീർ അപ്പാന്റെ കൊടിമാനോ. നീറ്റും ക്ലീൻ ആയിട്ട് തിന്നാം. അപ്പൊ നമുക്കിനി അടുത്ത ഷൂട്ട് എന്റെ പ്ലേറ്റിനകത്തുണ്ടല്ലോ അത് തുരുവിന്റെ എല്ലുണ്ട് ഇവന്റെ എല്ലുണ്ട് അതൊക്കെ എല്ലാം കൂടി ഇട്ടതാണ് അതിനകത്ത് നീറ്റായിരുന്ന മര്യാദക്ക്. വേണ്ട അതിനെ പറയാണ്. നെല്ലിന്റെ കുറവുണ്ട്. അപ്പൊ ചെക്കൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഇവിടെ എല്ലാ സാധനവും തിന്നിട്ട് നെല്ല് കൂടുതലാണ്. കൊള്ളോ നല്ല ഫുഡ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അധികം പറയാനൊന്നുമില്ല. പക്ഷേ ടോപ്പ് ഫുഡാണ്. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. വയറാറിട്ട് നടക്കാൻ പറ്റുള്ള ഫോറിൻ ഇനി ഫോറിനിലേക്ക് ഒന്ന് പോണം. എന്നിട്ട് ഇനി നമുക്കിനി ഒരു നേഷൻ വിട്ടു പോണം. ആ നേഷനിലെത്തിട്ട് നമുക്ക് കാണിക്കാം. അല്ലല്ല സോറി ഫലൂഡ നേഷൻ അല്ല തെറ്റിപ്പോയി. ആ വേൾഡ് ഒരു ലോകത്തേക്ക് പോണം. അതൊരു ക്ലബിലേക്ക് പോണം. ഒരു വിദേശ ക്ലബ് ഫോറിൻ ക്ലബിൽ പോയി കഴിഞ്ഞ് വിളിച്ചു ഇനി ഒരു ഫോറിൻ ക്ലബിൽ പോയിട്ട് ഇനി വേറൊരു വേൾഡിലേക്ക് എത്തും. ആ വേൾഡിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കട്ട് ചെയ്തു അത് മറ്റേ ഓണായിക്കോ. അത് മറ്റേതാണ്ട നമ്മുടെ പേയ്മെന്റ് ഓപ്ഷനിൽ കുറെ തെണ്ടികളും കുറെ ലോ ക്ലാസ് ടീമുകളും കൂടെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ അമീർ തുരുവിനെ കാണിച്ചേ തുരു അവന്മാരൊക്കെ ഈ സൂപ്പർ മണി സൗണ്ട് അത് ഇതൊക്കെ. അപ്പൊ ഗൈസ് നമ്മ കുബാബയിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഓട്ടത്തിലാണ് ലവ്നു. ലൊക്കേഷൻ ടു ലൊക്കേഷൻ ചില സമയത്ത് നൈറ്റ് നൈറ്റ് ബി നൊട്ടോറസിന്റെ സെക്കൻഡ് പാർട്ട് ചിലപ്പോ ഈ ബ്ലോഗ് തന്നെ നൊട്ടോറസ് ഇറങ്ങിക്കേണ്ടിരിക്കും. ഇല്ല നാളെ ഇന്ന് തന്നെ ഇടാല്. അപ്പൊ ഇന്ന് തന്നെ ചിലപ്പോൾ ഇടുമായിരിക്കും. പിന്നെ അത് ഡേറ്റ് എത്രയാണ്? 13-ാം തീയതി. 13-ാം തീയതിയാണ് ഈ വ്ളോഗ് എടുത്തോണ്ടിരിക്കണത്. നമ്മ ഇന്ന് വന്നേക്കണത് കുനാഫക്ക് പേര് കേട്ടാ. ഞാനൊക്കെ ഒരു 8-9 പഠിക്കുമ്പോഴാണ് കുനാഫ എന്താവണത് ഫേമസ് ആണ്. അന്ന് മുതലേ കുനാഫക്ക് പേരെടുത്ത സ്ഥലമാണ് കുനാഫ വേൾഡ്. അപ്പോൾ ഞാൻ എപ്പോഴും കുനാഫ ട്രൈ ചെയ്യാൻ വേണ്ടി പനമ്പള്ളി സ്റ്റോറിൽ പോകാറുണ്ട്. അപ്പോൾ അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പബ്ലിക് ചാലഞ്ചിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഖാലിദിന്റെ വർക്കാണ്. അപ്പോൾ ഖാലിദ് വിളിച്ചാൽ നമ്മ ഏത് പാതിരാത്രിയും എവിടെയും പോകും അല്ലേ ഖാലിദ്? ഞാൻ വിളിച്ചാലും ഏത് രാത്രിയും ഉറക്കൊളിച്ചെന്ന് എന്താണ് ടീം ഫുള്ളുണ്ട്. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു 5-6 ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അതാണ് നമ്മളെ സ്നേഹം. ഇപ്പോൾ നമ്മളെ ടീമുകൾ കുറേ പേരില്ല. അവന്മാരൊക്കെ വർക്കിലും പഠിക്കാനൊക്കെ കയറി തിരക്കില്ലാത്ത ആൾക്കാരാണ്. ഫോൺ നിൽക്കുന്നത് ലീവ് എടുത്ത ആൾക്കാരും. കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം പണിയില്ല. ആരാണെന്ന് ഗസ് ചെയ്യാ? പണിക്കറിക്കോണം മീറേ. അപ്പൊ ചെക്കൻ പണിക്കറാൻ പോണാണ്. ചെക്കൻ ചില ശീലങ്ങളൊക്കെ മാറ്റി ഉച്ചക്ക് ഇറങ്ങിയിരിക്കണത് രാവിലെ എണീച്ച് പണിക്ക് പോകാൻ പോണത് ഒരു വാക്ക് തന്നിട്ടുണ്ട്. 60 ദിവസത്തിന് ശേഷം അമീർ ഇങ്ങനെ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചാൽ 10,000 രൂപ ഞാൻ കൊടുക്കുന്ന പറയണം. അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ വീട് വരെ ഒന്ന് സന്ദർശിക്കേണ്ടി വരും. ആ ബ്രേക്ക് തെറ്റിച്ചാലേ ഉറപ്പല്ലേ? കേട്ടല്ല നിങ്ങൾ കേട്ടല്ല. ഈ കാണുന്ന 100 രൂപേൻ്റെ വ്ളോഗ് ഇപ്പൊ കാണാറുണ്ട്, വലിയ വ്ളോഗ്. അപ്പൊ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ കുന്നു എന്ന് പറഞ്ഞാണല്ലോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് എപ്പോൾ വിളിച്ചാലും ഏത് രാത്രിയും പണ്ട് കണ്ടക്കടവിൽ ഉറച്ച കൊടുക്കാൻ പോകില്ലേ, രാവിലെ 3 മണിക്ക് എണീച്ച് വരും പാവണ്. എന്നിട്ട് ഇപ്പോഴും സായില്ലേ എന്തോ ഹെൽമെറ്റ് ഇരിപ്പുണ്ട് കണ്ടക്കടവ് പഠിച്ചത്. പണ്ട് ഹെൽമെറ്റ് ചാമ്പാ മറ്റേ ഞാനൊരു ഓറഞ്ച് ഹെൽമെറ്റ് ഓടുന്ന നീല ഹെൽമെറ്റ് അല്ലേ. പിന്നെ കാലിത് കോളേജിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി കോളേജിൽ നിന്ന് പക്ഷെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടി. എന്തായിരുന്നു ആ മടി? എന്ത് തിരക്ക് കോളേജിൽ ഓരോരോ വീഡിയോ എടുക്കണായിരുന്നു. ഓറിയന്റേഷന്റെ അച്ഛരാ ഒരു സാറ് വന്നിട്ടുണ്ടായി. സാറേ നമ്മളെ പറ്റി പറയണേ രാവിലെ 9:45 എടുത്ത വീഡിയോ അല്ല 4 മണിക്കൂറുണ്ടായി. തിരക്കായിരുന്നു. രാവിലെ 9:45 എടുത്ത വീഡിയോ എടുത്തിട്ട് അവനെത്തിയത് 3 മണിക്കാണ്. 4 മണിക്കൂറുണ്ടായി. ലാസ്റ്റത്തെ വീഡിയോ എടുത്തത് 1:30-ക്കാണ്. 3:15 അപ്പൊ എന്തുകൊണ്ട് എത്താൻ വൈകി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. പലവരും ആ പോലൊക്കെ പോയിട്ട് ചുള്ളിക്കല പോലെ ഇങ്ങനെ കാണാറുണ്ടെന്ന് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നീയാണെന്ന് ഞാൻ പറയില്ല കേട്ടാ. അപ്പൊ തുരു മന്തി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ മന്തി. എക്സൈറ്റഡ് ആണോ? പിന്നെ സൂപ്പർ എക്സൈറ്റഡ്. അപ്പൊ നമ്മളെ കൂട്ടത്തില് ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ
ഹാർഡ് വർക്കിംഗ് ആയ കരാർ നമ്മളെ നമ്മളെ കുടുംബത്തിലെ നല്ല കരാറിന്റെ കുടുംബം നമ്മളവിടെ എന്റെ കുടുംബം എന്റെ കുടുംബം എല്ലാവരും കുടുംബം ഒരു അംഗത്തിന് കുടുംബത്തിലെ അംഗത്തിന് ഒരു വയ്യായിക ഉണ്ട്. വയ്യായിക ഉള്ളത് എന്ത് ചെയ്യാ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലെ. നമ്മളാ പേരൊന്നും എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ നമ്മളെ കുടുംബത്തിലെ ആൾക്കൊരു വയ്യായിക വന്നിട്ട് ഹോസ്പിറ്റലിലാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഓരോരുത്തരും പ്രാർത്ഥിക്കുക അല്ലേ. പിന്നെ വായിക്കാവുന്ന കുന്നശിരിക്കണ പൊട്ടന്മാരെ പോലെ ആ വയ്യായികളുള്ള കൊച്ചുവനാണ് മെന്റൽ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തേക്കണാണ്. അടുത്ത കൊല്ലം മുതൽ ചുള്ളം കരാറ് അടുത്ത കൊല്ലം മുതല് ആർക്കെങ്കിലും ഫോൺ നന്നാക്കാനുണ്ടെങ്കിൽ കുഞ്ഞുനെ കോണ്ടാക്ട് ചെയ്താൽ മതി. പഠിക്കാൻ തുടങ്ങി 4 ദിവസം കൊണ്ട് സെൽമാന്റെ ഫോൺ എന്തോ കാണിച്ചിട്ടുണ്ട് റെഡിയാക്കി. കുഞ്ഞിനെ കോണ്ടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ആക്കി. പിന്നെ വരും കാലത്ത് ഇന്ത്യയുടെ ഡിസൈനറാണ് ഇരിക്കണത്. വരും കാലത്ത് എന്തായിരിക്കണത് ഇന്ത്യയുടെ ഡിസൈനർ അല്ലേ ഞാനാ. അപ്പൊ ഇൻഷാല്ല ഒരു ഡ്രസ് അടനെ ഓണറാവട്ടെ. ഇൻഷാല്ല ഒരു പ്രവാസി ആവാണ്ടിരിക്കട്ടെ. പ്രവാസി ആവാണ്ടിരിക്കട്ടെ. കണ്ടിട്ട് തുരുവിന്റെ തട്ടട തട്ടട അമീറിന്റെ പ്ലാൻ എന്താണ്? അമീറിന്റെ പ്ലാൻ എന്താണ്? പ്ലാനൊന്നുമില്ല, പ്ലാനൊക്കെ നോക്കണം. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ആദ്യം കല്യാണം കഴിക്കാൻ പോണവനായിരിക്കും അനസിന്റെ വീട്. അനസ് നമ്മളെ പ്രായം കൊള്ളല്ലേ. നമ്മുടെ ഇതിലുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ ഫസ്റ്റ് കല്യാണം അമീറായിരിക്കും അല്ലേ. എള്ളോളം തരി പൊന്നും കീനാക്കന് തഞ്ചാവൂര് തച്ചക്കീന. പിന്നെ ഒരു കാര്യമുണ്ട്, ആരും പിന്നെ പറയാനുള്ള എനിക്ക് ഇതുവരെ പെണ്ണിട്ടില്ല. പെണ്ണ് കിട്ടിയതാകൊരു എന്റെ ഫോണിൽ ഇവിടെ സേവ് ചെയ്തേക്കണത് ആ പേരിലാണ്. നീ പ്രേമിച്ചിട്ടുണ്ടോ ഇതുവരെ? പറയല്ല വ്ളോഗി പറയുള്ളത്. വ്ളോഗി പറയാൻ താല്പര്യമില്ലായിരിക്കും. ഞാൻ ഇതുവരെ പ്രേമിച്ചിട്ടില്ല മച്ചാമാരെ. എനിക്ക് ആണോ? നീ പ്രേമിച്ചിട്ടുള്ള? ഇന്ന് ലുലു മാളിലേക്ക് ഞാനും നടക്കണുണ്ടാവും. മാമ ഒരാളെ കണ്ട്. അപ്പൊ നിങ്ങ വന്നതിന് മുമ്പ് അവിടെ ഞാൻ അങ്ങോട്ട് പറ്റിയത് ഭയങ്കര എടുക്കോ. ഞാൻ ചെന്താണ് ഇവൻ ആ കോള് കട്ട് ഞാൻ തിരിഞ്ഞു നോക്കണത് ഒരാളെയാണ് അല്ലേ. അയാൾ കരാറ് കാണാൻ വന്ന ആളല്ലേ എന്താണ്. അപ്പൊ പിന്നെ ഞാൻ പറയാനുള്ള വെച്ചാൽ പിന്നെ രാത്രി നൊട്ടോറിയസിന്റെ ഷൂട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ കഴിക്കണം വിശേഷങ്ങൾ കാണിച്ചതാ. അപ്പൊ നൊട്ടോറിയസ് എല്ലാവരും കാണാം. സഹൽ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവമാണ്. ഈ ടീമുകളൊക്കെ വെറുതെ അവനൊന്നും വന്നില്ല. അപ്പൊ ചെക്കൻ കാർ റെന്റിനെടുത്ത് ഇപ്പൊ ഒരു സ്ഥലം റെന്റിനൊക്കെ എടുത്ത് ചെയ്യാൻ പോണ സ്ഥലമാണ്, സാധനമാണ്. അപ്പൊ എല്ലാവരും അത് കാണാൻ സപ്പോർട്ട് ചെയ്യാ. നമ്മളെ അക്കൗണ്ടും 10K ആയി. ഇപ്പൊ കാണുന്നവരെല്ലാവരും കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാണ്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാണണ്ടാലേ ചെയ്യണ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ. അപ്പൊ ഇനി ആ വിശേഷങ്ങളും കാണിച്ചുതരാം. ചിലപ്പോ ഇതിന്റെ ഒപ്പം തന്നെ നൊട്ടോറസിന്റെ വ്ളോഗ് എടുക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ വ്ളോഗ് ഇട്ടാ പോലെ മേറെ ഗുണാഫ വേൾഡ് ഗുണാഫ വന്നിട്ട് കാണിച്ചുതരാം. കട്ട് ചെയ്തു ഫുഡ് വന്നപ്പോ എല്ലാം കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ട്. സ്റ്റാറ്റസ് വർപ്പിക്കാനുള്ള പരിപാടിയാണ്. വ്ളോഗ് ഓൺ ആക്കിയപ്പോ ക്യാമറ ഓഫ് ചെയ്ത് നോക്കി സ്നാപ്പ് അവൾക്ക് അയച്ചു കൊടുക്കണേണ്ടാ. അവൾക്ക് അയച്ചു കൊടുക്കണേ. എല്ലാവരും അവൾമാർക്ക് അയച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ആ പുതിയ സാധനങ്ങളാണ്. അതിനാ ഈ സാധനം കണ്ടിട്ട് എല്ലാം ഫ്ലേവറുള്ള ഐറ്റം. പിന്നെ ഇത് സൺഡേസ് ആണ്. സൺഡേസ് അപ്പൊ നമ്മുടെ ചെക്കൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് കാലിത്. അപ്പൊ എല്ലാവരും അവന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിന്നണത് നമ്മൾ കാണിക്കാറില്ല, തിന്നണത് കാണിക്കണമില്ല. കാരണം ഇത് നിങ്ങളോട് അത് മോശം പരിപാടിയാണ്. ഫുഡ് കഴിക്കണ കാണിക്കുന്നില്ല. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണാണ്. മസ്റ്റാർട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തതിന്റെ പാർട്ട് 2 ആയിട്ട് അതിൽ ബി നൊട്ടോറസിന്റെ ഒരു BTS വന്നിട്ടുണ്ട്. അത് ഇപ്പോഴായിരിക്കും 2 ദിവസം കഴിയുന്നതല്ലോ, അത് ഇറങ്ങിക്കേണ്ടതുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കൂട്ടത്തിൽ കുറെ പേര് ഞാൻ വിവരിച്ചിട്ടുണ്ട്.
ഇത് എൻ്റെ ഏറ്റവും 2ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ, 2ാം ക്ലാസ് മുതൽ ഒരുമിച്ച് അല്ലേ പഠിക്കുന്ന കൂട്ടുകാരൻ അമീർ. ആദ്യത്തെ കൂട്ടുകാരനാണ് നിക്കണം. അതെ, അതൊരു ബോണ്ടായിരുന്നില്ലേ പറയാൻ. പിന്നെ ചെക്കൻ നമ്മളാ ഞാന് എന്റെ അപ്പുറത്തെ വാടിയിലായിരുന്നു, ഞാൻ പറ്റപ്പോ പിന്നെ അപ്പുറത്ത് നോക്കാതെ എന്തെടിച്ചാണ് അങ്ങനെ കൂട്ടാൻ കട്ട് ചെയ്താ. അല്ല അപ്പൊ നീ നമ്മ ഒരുമിച്ച് മദ്രസ പഠിച്ചിട്ടുണ്ട്, കോല് കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. മൂന്നാം ക്ലാസ്. ഈ അവനാന്ന് പറഞ്ഞാല് ഇവൻ ബിന്ദു മിസ്സിന്റെ ക്ലാസ്സിലും നാഷണൽ ലാംസിന്റെ ക്ലാസ്സിലും അപ്പുറം ഉണ്ടായാണ്. ജമുന കരഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നെ ക്ലാസ് മാറ്റിയിട്ട് കരഞ്ഞിട്ട്. ആര് ഒന്നാലേ ചോദിക്കേ. അല്ലേ അതെ, 4ാം ക്ലാസ്സിൽ ഒരുമിച്ചാണ് പഠിക്കണത്. 5ാം ക്ലാസ്സിൽ ക്ലാസ് വരും. പിന്നെ ജമുനാംസിന്റെ ക്ലാസ്സിലും ഇവൻ സംഗീതാംസിലും, ബാക്കി എല്ലാവരും ദീപാംസിന്റെ ക്ലാസ്സിലും. പിന്നെ അല്ല ക്ലാസ് ഇവൻ മാത്രം ഒറ്റക്ക്. ഞാൻ എന്റെ ബർത്ത്ഡേ ജൂൺ 1-ാം തീയതി. അപ്പൊ ഞാൻ മിഠായി കൊടുക്കാൻ പോലെ മിഠായി വിറക്കി കൊടുത്തിട്ട് ഇവൻ കൂട്ടുകാരൻ വിറക്കിയിട്ട് ഇങ്ങനെ പിടിച്ചേക്കാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ക്ലാസ് ആയി കൊടുക്കാൻ നമ്മളെ കാലത്ത് കൊടുക്കുമ്പോ സീനാണ്. മൂക്കട്ടെ ചീത്താക്കി. അത് എന്റെ പിടിക്കണമെന്നുള്ള മൂടാണ്. ആ പിന്നെ ഒറ്റക്ക് പിന്നെ ഇരിക്കണ്ടേ, എല്ലാരും പോയി എന്ത് ചെയ്യാനാണ്. എല്ലാരും പോയതാണ്, ഞാൻ പോയതാണ്. ഫ്രണ്ട് നീ പോയപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പിന്നെ കണ്ടിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. എന്റെ ഫ്രണ്ട്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്ത് ചെയ്യാ, നിങ്ങൾ കമന്റ് ചെയ്യുക. കറാർ ഫാൻസ് ലൈക്ക് അടിക്കുക, അമീർ ഫാൻസ് കമന്റ് ചെയ്യുക, തുരു ഫാൻസ് ഷെയർ ചെയ്യുക, ഖാലിദ് ഫാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, കുന്നു ഫാൻസ് വെറുതെ ഇരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ബൈ.